ഐഫോൺ 17 വിപണിയിൽ എത്തിക്കഴിഞ്ഞു. എല്ലാവരും പുതിയ ഫോണിന് പിന്നാലെയാണ്. എന്നാൽ ബുദ്ധിയുള്ളവർ ഇപ്പോൾ നോക്കുന്നത് വേറൊരു ഫോണാണ്. ഏതാണെന്നോ? ഐഫോൺ 16. കാരണം ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ പ്രമാണിച്ച് ഐഫോൺ 16ന്റെ വില കുത്തനെ കുറഞ്ഞിരിക്കുകയാണ്. വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും, പക്ഷേ 40,000 രൂപയ്ക്ക് താഴെ വരെ നിങ്ങൾക്കിപ്പോൾ ഐഫോൺ 16 സ്വന്തമാക്കാൻ അവസരമുണ്ട്. ശരിക്കും ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് കിട്ടുമോ? എന്താണ് ഇതിന് പിന്നിലെ കണക്കുകൾ? ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ക്രോമയിലുമുള്ള ഓഫറുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം തന്നെ പറയട്ടെ, 40,000 രൂപ എന്നത് ഫോണിന്റെ നേരിട്ടുള്ള വിലയല്ല. ഡിസ്കൗണ്ടും എക്സ്ചേഞ്ചും ബാങ്ക് ഓഫറും ചേരുമ്പോഴുള്ള ഇഫക്റ്റീവ് പ്രൈസ് ആണ്. ഉദാഹരണത്തിന് ആമസോൺ എടുക്കാം. നിലവിൽ ഐഫോൺ 16 ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഏകദേശം 66,900 രൂപയ്ക്കാണ്. ഇതിൽ തന്നെ ഏകദേശം 13,000 രൂപയുടെ കുറവുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ കേടുപാടുകൾ ഒന്നുമില്ലാത്ത ഒരു ഐഫോൺ 15 ഉണ്ടായെന്നിരിക്കട്ടെ. അത് എക്സ്ചേഞ്ച് ചെയ്താൽ ഏകദേശം 30,250 രൂപ വരെ ആമസോൺ കുറച്ചു തരും. അപ്പോൾ വില എത്രയായി? ഏകദേശം 36,650 രൂപ. ഇതിനൊപ്പം ബാങ്ക് കാർഡ് ഓഫറുകൾ കൂടി ചേർത്താൽ 4,000 രൂപ വരെ വീണ്ടും കുറയും. ചുരുക്കത്തിൽ പഴയ ഫോൺ നൽകുകയാണെങ്കിൽ പുതിയ ഐഫോൺ 16 നിങ്ങൾക്ക് നിസ്സാര വിലയ്ക്ക് കിട്ടും. ഫ്ലിപ്കാർട്ടിന്റെ കാര്യം സമാനമാണ്. അവിടെ ഫോണിന്റെ ലിസ്റ്റിംഗ് വില 69,900 ആണെങ്കിലും പഴയ ഐഫോൺ 15 എക്സ്ചേഞ്ച് ചെയ്താൽ 27,000 രൂപയോളം കുറയും. ബാങ്ക് ഓഫറുകൾ കൂടി ചേരുമ്പോൾ വില 40,000 താഴെ എത്തും. ഇനി ക്രോമയുടെ കാര്യം നോക്കാം. അവിടെ നേരിട്ടുള്ള ഡിസ്കൗണ്ട് കഴിഞ്ഞ് 66,490 രൂപയ്ക്കാണ് വിൽക്കുന്നത്. ബാങ്ക് ഓഫറും എക്സ്ചേഞ്ചും കൂപ്പണുകളും എല്ലാം കൂടി ചേർത്താൽ ക്രോമയിലും നിങ്ങൾക്ക് ഏകദേശം 39,990 രൂപയ്ക്ക് ഐഫോൺ 16 സ്വന്തമാക്കാം. ഇനി എക്സ്ചേഞ്ച് ചെയ്യാൻ പഴയ ഫോൺ കയ്യിലില്ലാത്തവർക്ക് എന്തു ചെയ്യും? അവർക്ക് റിലയൻസ് ഡിജിറ്റൽ നല്ലൊരു ഓപ്ഷനാണ്. അവിടെ എക്സ്ചേഞ്ച് ഒന്നുമില്ലാതെ തന്നെ നേരിട്ടുള്ള വില 63,900 രൂപയാണ്. അതായത് ലോഞ്ച് വിലയേക്കാൾ 16,000 രൂപ കുറവ്. ബാങ്ക് ഓഫർ വഴി ഒരു 3,000 രൂപ കൂടി കുറച്ചാൽ 60,900 രൂപയ്ക്ക് ഫോൺ കിട്ടും. എക്സ്ചേഞ്ച് ഇല്ലാതെ നോക്കുന്നവർക്ക് ഇതാണ് ലാഭം. പുതിയ ഐഫോൺ 17 ഇറങ്ങിയ സ്ഥിതിക്ക് 16 വാങ്ങുന്നത് മോശമാണോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും. ഒരിക്കലുമില്ല. 2024 ഇറങ്ങിയ ഐഫോൺ 16 ഇപ്പോഴും ഒരു പവർ പാക്ക് ഡിവൈസ് ആണ്. വെർട്ടിക്കൽ ക്യാമറ, പുതിയ ക്യാമറ, കൺട്രോൾ ബട്ടൺ, ആപ്പിൾ ഇന്റലിജൻസ് ഫീച്ചറുകൾ, മികച്ച പ്രോസസർ, അങ്ങനെ എല്ലാം ഇതിലുണ്ട്. 17ലേക്ക് മാറാൻ വലിയ തുക മുടക്കുന്നതിനേക്കാൾ ലാഭം ഈ ഓഫറിൽ 16 വാങ്ങുന്നതാണ്. അപ്പോൾ പഴയ ഫോൺ മാറി പുതിയതിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു സുവർണാവസരമാണ്. ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ തീരുന്നതിന് മുൻപ് തന്നെ ഡീൽ പിടിക്കാൻ നോക്കുക. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഐഫോൺ 16 വാങ്ങുന്നതാണോ 17 വാങ്ങുന്നതാണോ ലാഭം? താഴെ കമന്റ് ചെയ്യുക. ഇത്തരം സാമ്പത്തിക ലാഭമുള്ള ടെക് വാർത്തകൾക്കായി മണി ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നന്ദി.